അതെ, ഇന്ന് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ചക്കപ്പഴവും ശർക്കരയുമാണ്. അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുത്തേക്കുന്നത് ഒരു 10 ചുള വരിക്കച്ചക്ക ചെറുതായിരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് അളവിൽ തേങ്ങ, 1 പിടി അവൽ, 1/2 കപ്പ് അളവിൽ ശർക്കര പൊടി. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ശർക്കര, ചക്കപ്പഴം ചെറുതായി അരിഞ്ഞത്, തേങ്ങ, ഏലക്കാപ്പൊടി, അവൽ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ മാവിനായിട്ട് 1/2 കപ്പ് അളവിൽ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പുമാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ മോൾഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് അല്പം ഒഴിച്ച് എല്ലായിടത്തും ഒന്നാകത്തക്ക രീതിയിൽ ഒന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഉരുളയായി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് ആ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മാവെടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. നല്ലൊരു ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീമറിലേക്ക് ഇത് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. പുറമേ നല്ല സോഫ്റ്റും അകത്ത് നല്ല സ്വീറ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്